എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. ശ്രീമദ് ഭാഗവതം കീ സൗണ്ട് പോരാ. ശ്രീമദ് ഭാഗവതം കീ ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത, ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ, ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത, ജയ ജയ जय जय राधा कृष्ण स्वरूप, जय 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 भागवता, जय जय भागवता देवा, जय जय भागवता, जय जय राधा कृष्ण स्वरूप, जय जय भागवता देवा, जय जय भागवता, जय जय भागवता देवा, जय जय भागवता, जय जय राधा कृष्ण स्वरूप, जय जय भागवता देवा, जय जय भागवता. ഹരേ കൃഷ്ണ. ഇന്നലെ നമ്മൾ വന്നിട്ട് കുന്തി മഹാറാണിയുടെ ഭാഗമാണ് ചർച്ച ചെയ്തത്. ഇന്ന് വന്നിട്ട് ദ്രോണാചാര്യരുടെ മകൻ അശ്വത്ഥാമ, അവരെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതായത് ഇന്നലെ നമ്മൾ അശ്വത്ഥാമാവിനെ കുറിച്ച് വിവരിച്ചു. ഉറങ്ങാതെ ഇരുന്നവരെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ദ്രോണാചാര്യരുടെ പുത്രനാണ് ആര്? അശ്വത്ഥാമ. അശ്വത്ഥാമ ഏത് നീച പ്രവർത്തനമാണ് ചെയ്തത്? എന്ത് ചെയ്തു അശ്വത്ഥാമ? പാണ്ഡവരുടെ 5 മക്കൾ ഉറങ്ങിക്കിടന്നവരെ വെട്ടിക്കൊന്നു. അപ്പൊ ഇവിടെ പരീക്ഷിത്ത് ശുകമഹർഷിയെടുത്ത് ചോദിക്കുക, ഇത്രയും ഉയർന്ന ബ്രാഹ്മണ ശ്രേഷ്ഠനായ ദ്രോണാചാര്യർക്ക് ഇങ്ങനെയാണോ ഒരു മകൻ ജനിക്കുക? നല്ലോണം ശ്രദ്ധിക്കുക. ഭാഗവതം വ്യക്തമായി പറയുന്നു, പോലീസുകാരൻ്റെ മകൻ പോലീസാവണമെന്ന് നിർബന്ധമില്ല. നിർബന്ധമാണോ? ഇല്ല. ഡോക്ടറുടെ മകൻ ഡോക്ടറാവണം നിർബന്ധമുണ്ടോ? ഇല്ല. ഒരു ബ്രാഹ്മണന്റെ മകൻ ബ്രാഹ്മണനാണോ? ആണോ? അല്ലേ? അല്ല. ജന്മനാ ജായത്തെ ശൂദ്ര സംസ്കാരേ ഭവേ ദ്വിജ വേദ പഠന്തി തദ്വിഭ്ര ബ്രഹ്മജ്ഞാനാതിഥി ബ്രാഹ്മണ. ജന്മനാ എല്ലാവരും ശൂദ്രരാണ്. നമ്മളെല്ലാവരും ജന്മം കൊണ്ട് ശൂദ്രൻ. ആരെല്ലാം ജനിക്കുമ്പോൾ മലം മൂത്രാദികളുടെ ഇടയ്ക്ക് ജനിച്ചോ, പഴുപ്പ് ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് ജനിച്ചോ, അവരെല്ലാവരും എന്താണ്? ശൂദ്രരാണ്. നമ്മളെയൊക്കെ അമ്മ പ്രസവിക്കുമ്പോൾ ദേഹത്തൊക്കെ കുറേ സാധനങ്ങളുണ്ടാകും അല്ലേ? പശ പോലെ എല്ലാ തരത്തിലും അഴുക്കും ഉണ്ടാകും. ശരിയല്ലേ? ശരിയാണോ തെറ്റാണോ? അത് കഴിഞ്ഞ് കുളിപ്പിച്ച് ജോൺസൺ ബേബി പൗഡറൊക്കെ ഇട്ടാണ് നമ്മളിങ്ങനെ ആക്കുന്നത്. ഇങ്ങനെ ജനിക്കുന്നവരെല്ലാവരും ആരാണ്? ശൂദ്രർ തന്നെയാണ്. കുഞ്ഞുങ്ങൾ കണ്ടിട്ടില്ലേ? 1 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഇരുന്ന സ്ഥലത്ത് തന്നെ മൂത്രമൊഴിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതിൽ തട്ടിക്കളിക്കും. നമ്പർ 1 നമ്പർ 2 ഒക്കെ ആക്കിയിട്ട് അതെല്ലാം എടുത്ത് മേലെ പൂശും. ആരും ചിരിക്കേണ്ട, നമ്മളെല്ലാവരും ഈ ലീലാവിലാസങ്ങൾ ചെയ്തിട്ടുണ്ട്. നീ ചെയ്തോ?
എല്ലാവരും ചെയ്തു. ജന്മം കൊണ്ട് എല്ലാവരും ശൂദ്രരാണ്. 12 വയസ്സിൽ ആരെല്ലാം ഉപവിധമിടും, ഈ നൂലിടും, അപ്പോൾ അവർ ദ്വിജൻ, 2ാം ജന്മം കിട്ടും. ആർക്ക് വേണമെങ്കിലും ഇടാം. പക്ഷെ ഇടാൻ എന്താ കണ്ടീഷൻ? മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ചിരിക്കണം, ഈശ്വര വിശ്വാസം ഉണ്ടായിരിക്കണം. സമോദമസ്തപക്ഷൗചം ശാന്തിരാർജവമേവച ജ്ഞാനം വിജ്ഞാനമാസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവജം. ജന്മം കൊണ്ട് ആരുമേ ബ്രാഹ്മണരല്ല, കർമ്മം കൊണ്ടാണ് ബ്രാഹ്മണർ. ഭഗവാൻ ഗീതയിൽ പറയുന്നു, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ. അർജുന, 4 വർണ്ണങ്ങളും ഞാനാ സൃഷ്ടിച്ചത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാ? ഗുണ കർമ്മ വിഭാഗശഃ. ഞാൻ ഒരിക്കൽ സപ്താഹത്തിന് പോയി. ഒരു ബ്രാഹ്മണൻ ഭാഗവതം വായിക്കാനായിട്ട് വന്നു. അപ്പം ഒരു 7 ദിവസം കൊണ്ട് എത്ര വായിച്ചു തീർക്കണം? 18,000 ശ്ലോകവും വായിച്ചു തീർക്കണം. ഈ വായനാ സമയത്ത് പകലിലൊക്കെ ആരും കാണില്ല. ഒരു 10-15 വയസ്സായ മുത്തശ്ശിമാർ മാത്രം കാല് നീട്ടി അങ്ങിരിക്കും. ഇപ്പോഴൊന്നും ഭാഗവത വായനയ്ക്കൊന്നും ആരും ഇല്ല, അങ്ങനെ ഇരിക്കും. അപ്പം ഈ ബ്രാഹ്മണൻ എന്ത് ചെയ്തു? അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ആരും ശ്രദ്ധിച്ചില്ല, ഒരു 50 പേജ് അങ്ങ് നിറച്ചു കളഞ്ഞു. മെനക്കെട്ട് എന്തിനാ ഇത്ര വായിക്കുന്നത്? ആരുമേ ഇല്ല. കുറച്ച് പേജ് അങ്ങ് മറിച്ചു. വായനയുടെ ഇടയ്ക്ക് പറയും, നല്ല കോഫി ചൂട് കോഫി വേണം. ഇതൊന്നും ബ്രാഹ്മണ്യമല്ല. ബ്രാഹ്മണ തൊഴിലിനെ കച്ചവടമാക്കുക, അത്രയേ ഉള്ളൂ. ക്ഷേത്രങ്ങൾ ഒരു കച്ചവട സ്ഥാപനങ്ങളാണ്. ശരിയാണോ തെറ്റാണോ? ഇവിടെയൊക്കെ അങ്ങനെയില്ല. പക്ഷേ വലിയ വലിയ അമ്പലങ്ങളിലൊക്കെ പോയാൽ 1000 രൂപ കൊടുത്താൽ മുന്നിൽ ക്യൂ, 300 രൂപ കൊടുത്താൽ പുറകിൽ ക്യൂ, 100 രൂപ കൊടുത്താൽ ലാസ്റ്റിൽ ക്യൂ, അങ്ങനെയൊക്കെ ഉണ്ട്. അതൊന്നും ശരിയല്ല. ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾ അവർ ഇഷ്ടപ്പെട്ട് വഴിപാട് നടത്തണം. അല്ലാതെ ജ്യോത്സ്യന്മാരൊക്കെ ചിലപ്പം പേടിപ്പിച്ച് കളയും. ഇത്ര രൂപ കൊടുത്ത് ഈ പൂജ ചെയ്തില്ലെങ്കിൽ വീട്ടിൽ ശനി വന്നിരിക്കുമെന്ന്. അല്ലെങ്കിൽ നമ്മളെ വീട്ടിലെപ്പോഴും ശനിയുണ്ട്, പ്രത്യേകിച്ച് എന്താ. ഇങ്ങനെയൊക്കെ നമ്മളെ പറഞ്ഞ് പേടിപ്പി, നിന്റെ വ്യാഴൻ അങ്ങോട്ട് പോയി, ചൊവ്വ ഇങ്ങോട്ട് പോയി, ബുധൻ അങ്ങോട്ട് പോയി, നമ്മളെയൊക്കെ വല്ലാണ്ട് പേടിപ്പിച്ച് കളയും. ഓരോരുത്തരുടെ ജീവിതത്തിലും ചൊവ്വയും വരും, ശനിയും വരും, ബുധനും വരും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ഒരാഴ്ചയിൽ എത്ര ദിവസമാണ്? എത്ര ദിവസം ഒരാഴ്ചയിൽ? ഉറപ്പാണോ? ഉറപ്പാണ്. എനിക്ക് 5 മതി, 2 വേണ്ട, എനിക്ക് ശനി ഇഷ്ടമല്ല, ചൊവ്വ ഇഷ്ടമല്ല, എനിക്ക് 5 ദിവസം മതി എന്ന് പറയാൻ പറ്റുമോ? ജ്യോത്സ്യൻ പറഞ്ഞു, എനിക്ക് ശനിയിൽ ഖണ്ഡം, ശനിയിൽ ദോഷമാണ്, അതുകൊണ്ട് എനിക്കിനി ശനി വേണ്ട, ആഴ്ചയിൽ 5 ദിവസം മതി എന്ന് പറഞ്ഞാൽ നടക്കുമോ? നടക്കില്ല. തീർച്ചയായിട്ടും 7 ദിവസവും ഒരാളുടെ ജാതകത്തിൽ വരും. അതേപോലെ ഈ കാലം, ചൊവ്വയുടെ കാലം അത് വരും, ശനിയുടെ 7.5 ആണ്ട് അത് വരും, വ്യാഴൻ്റെ 12 വർഷം അത് വരും. ഇതെല്ലാം വരും, എല്ലാവർക്കും വരും. അങ്ങനെ ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല. പിന്നെ ഇതുപോലെ പൂജ ഇതൊക്കെ ചെയ്താൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ 10 അടി കിട്ടുന്ന സ്ഥലത്ത് 8 അടി കിട്ടും, അത്രയേ ഉള്ളൂ. 2 അടി ഡിസ്കൗണ്ട്. മനുഷ്യൻ എപ്പോഴും മായയില്ല. ആർക്കും ഇതിന് രക്ഷപ്പെടാൻ സാധിക്കില്ല. യഥാർത്ഥ സമ്പന്നനാരാ? ഉള്ളത് കൊണ്ട് തൃപ്തനായി കഴിയുന്നവനാ യഥാർത്ഥ സമ്പന്നൻ. ഇനിയും വേണം എന്ന് ആഗ്രഹിച്ചു കൊണ്ടിരുന്നാൽ അതിൽ അതിരുകളേയില്ല, ഒരിക്കലും മതിയാവില്ല. ഇപ്പം ഇവിടെ കൂടിയിരിക്കുന്ന സജ്ജനങ്ങളിൽ എത്ര പേര് പറയുന്നു, ദൈവം എനിക്ക് എല്ലാം തന്നിട്ടുണ്ട്, മതി, ഇനി ഒന്നും വേണ്ട? ആരുമില്ലേ? ആരുമേ ഇല്ല. അത് ശരി.
ഒരുപാട് ആഗ്രഹങ്ങൾ കാട്ടുതീ പോലെ ഹൃദയത്തിലുണ്ട്. പക്ഷേ ഇതിൻ്റെ സൂത്രം മനസ്സിലാക്കാതെ മനുഷ്യൻ എപ്പോഴും കഷ്ടപ്പാടുകളിൽ കുടുങ്ങിക്കിടക്കുക. ഒരു തവണ ഭഗവാൻ ചോദിച്ചു ലക്ഷ്മി ദേവിയെടുത്ത്, അതാ ഭൂമിയിൽ ഒരു കൃഷിക്കാരൻ കഷ്ടപ്പെടുകയാണ്, നീ ഒന്ന് പോയി അനുഗ്രഹിച്ചൂടെ എന്ന് ചോദിച്ചു. ലക്ഷ്മി ദേവി പറഞ്ഞു, ഇപ്പം അവൻ സമാധാനമായിട്ട് രാവിലെ പുലർച്ചയ്ക്ക് എണീക്കും, നല്ല കഞ്ഞി വെച്ച് കുടിക്കും. ഉച്ചയ്ക്ക് കൃഷിക്ക് പറമ്പിൽ പോകുമ്പോൾ ഒരു വലിയ പാത്രത്തിൽ കഞ്ഞി എടുത്തുകൊണ്ട് പോകും. പണ്ട് അങ്ങനെയല്ലേ ആൾക്കാരില്ലേ? എത്ര പേരുടെ വീട്ടിൽ ദിവസവും രാവിലെ വട സാമ്പാറും ചട്ടണിയും ഇഡ്ഡലിയും ഇതൊക്കെ എത്ര പേര് വീട്ടിലുണ്ടായിരുന്നു. നമ്മുടെ വീടുകളിലെല്ലാം കഞ്ഞി, പുഴുക്ക്, പിന്നെ ടാപ്പിയോക്ക, അതിനെന്ത് പറയും? കൊള്ളി. നമ്മുടെ സ്ഥലത്ത് മരച്ചീനി എന്ന് പറയും, ഇവിടെ കൊള്ളി. പിന്നെ കുറച്ച് വിഭവസമൃദ്ധമാണെങ്കിൽ 2 നേന്ത്രപ്പഴവും കൂടെ കാണും. വിശേഷ ദിവസമാണ് പാൽപായസം, നല്ല അരിച്ചോറ്, ഇങ്ങനെയൊക്കെ പപ്പടമൊക്കെ വിശേഷ ദിവസമാണ്. ഇന്ന് കുഞ്ഞുങ്ങൾക്കൊക്കെ രാവിലെ പന്നീര് വേണം, എന്തൊക്കെയാണ് ഇഷ്ടം? മസാല ദോശ വേണം. പക്ഷെ അന്ന് അസുഖവും ഇല്ലായിരുന്നു. പണ്ട് ഇതൊക്കെ കേട്ടിട്ടുണ്ടോ? അന്ന് ആൾക്കാർ എന്താ പറയാന്ന് വെച്ചാൽ TB, കൊളസ്ട്രോൾ, ക്യാൻസർ ഇതൊക്കെ പൈസക്കാരുടെ അസുഖമാണെന്നാണ് പറയുന്നത്. സാധാരണക്കാർക്ക് വരില്ല. ഇങ്ങനത്തെ അസുഖമൊക്കെ വന്നാൽ പൈസക്കാർക്ക് മാത്രമേ വരുള്ളൂ. സാധാരണക്കാർക്ക് എന്തൊക്കെയാ അസുഖം? തലവേദന, കണ്ണുവേദന, ശരീരത്തിലൊരു ക്ഷീണം, ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് എന്തെല്ലാം വിചിത്രമായ അസുഖങ്ങളാണ്. അപ്പോൾ ലക്ഷ്മി ദേവി പറഞ്ഞു, അവൻ ശാന്തിയും സമാധാനമായിട്ടിരിക്കുകയല്ലേ, എന്തിനാ അയാൾ ഉപദ്രവിക്കുന്നത്? ഇല്ല, നീ അനുഗ്രഹിച്ചേ മതിയാവും. അപ്പം ലക്ഷ്മി ദേവി എന്ത് ചെയ്തു? ഒരു ദിവസം ആ കൃഷിക്കാരൻ്റെ വീട്ടിൻ്റെ മുമ്പേ ചെന്നിട്ട് 9 സ്വർണ്ണ നാണയം വെച്ചു. എത്ര സ്വർണ്ണ നാണയം? 9. ആരുടെ കയ്യിലൊക്കെ സ്വർണ്ണ നാണയമുണ്ട്? ആരുടെ കയ്യിലുണ്ട്? 9 സ്വർണ്ണ നാണയം വെച്ചു. രാവിലെ കൃഷിക്കാരൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ നോക്കിയപ്പോൾ ഒരു സ്വർണ്ണ നാണയം. ഭയങ്കര സന്തോഷമായി, തുള്ളിച്ചാടി അതിനെടുത്ത് തട്ടിയൊക്കെ നോക്കി. ശരിയാ, ഗോൾഡാണ്. കടിച്ചൊക്കെ നോക്കി, ഗോൾഡ്. അതിനെപ്പോലെ ഒരു സന്തോഷം അയാൾക്കില്ല. വീണ്ടും ഒരു 4 ചുവട് മുന്നോട്ട് വെച്ചപ്പോൾ ഇനിയൊരു ഗോൾഡ് കോയിൻ കിട്ടി. അന്ന് അയാൾക്കുണ്ടായ സന്തോഷം 2. പിന്നെ ഒരു 4 ചുവട് വെച്ചപ്പോൾ 3, 4. വീട് ചുറ്റി എത്ര എണ്ണം കിട്ടി? 9 എണ്ണം കിട്ടി. ആ കൃഷിക്കാരൻ വിചാരിച്ചു 10ാമത്തത് ഇവിടെ എവിടെയോ ഉണ്ടെന്ന് വിചാരിച്ച് അന്ന് അന്വേഷിക്കാൻ തുടങ്ങി. ലക്ഷ്മി ദേവി എത്രയാ വെച്ചത്? ഉള്ള സന്തോഷവും പോയി. അവൻ ഒരു ദിവസം സമാധാനവും ഇല്ല, ഉറക്കവും ഇല്ല. രാവിലെയും രാത്രിയും അന്വേഷിച്ച് നടക്കുക. എതിനെ അന്വേഷിക്കുന്നു? അവൻ്റെ വിഷമം എന്താണെന്ന് വെച്ചാൽ അവന് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, വേറെ ആർക്കെങ്കിലും കിട്ടരുത്. എനിക്ക് തോന്നുന്നു അയാൾ തൃശ്ശൂർക്കാരനാണെന്ന് തോന്നുന്നു. എനിക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ആ സ്വർണ്ണ നാണയം എന്താണ്? വേറെ ആർക്കും കിട്ടരുത്. 9 ദിവസവും അന്വേഷിച്ച് അവനുള്ള സമാധാനമെല്ലാം കളഞ്ഞു. ഇതാണ് നമ്മുടെ ജീവിതം. നമുക്ക് വിധിച്ചിട്ടുള്ളത് കർമ്മമനുസരിച്ച് കിട്ടേണ്ടത് എല്ലാവർക്കും കിട്ടും എന്നും പറഞ്ഞ് മടിയന്മാരാകരുത്. കർമ്മം അനുസരിച്ച് എല്ലാം കിട്ടുമല്ലോ, അതുകൊണ്ട് ജോലിക്ക് പോവാതിരിക്കുക, ഒന്നും ചെയ്യാതിരിക്കുക, അത് നടക്കില്ല. നമ്മുടെ കർത്തവ്യങ്ങൾ ചെയ്യണം, പക്ഷെ കർമ്മമനുസരിച്ച് കിട്ടേണ്ടതേ കിട്ടും. ഒന്നും അധികവും കിട്ടില്ല, ഒന്നും കുറയുകയേയില്ല. എന്താണോ ഒരു ജീവന് വിധിച്ചിട്ടുള്ളത് അത് മാത്രമേ അയാൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഭാഗവതം ഇവിടെ പഠിപ്പിക്കുന്നത് ഉള്ളത് കൊണ്ട് തൃപ്തനായി കഴിയാൻ പഠിക്കണം. മതി, ഇനി എനിക്ക് വേണമെങ്കിൽ ദൈവം തരും. ഞാൻ പ്രാർത്ഥിച്ചു, ഈശ്വരൻ നടത്തിച്ചു, എന്നാൽ ഈശ്വരൻ എന്നെ അനുഗ്രഹിച്ചു എന്നർത്ഥം. ഞാൻ പ്രാർത്ഥിച്ചു, നടക്കുന്നില്ല, ഈശ്വരൻ എന്നെ പരിശോധിക്കുന്നു എന്നർത്ഥം.
ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു, അത് കിട്ടുന്നേയില്ല. എന്നാൽ ദൈവം പറയുന്നു ഇത് നിനക്ക് വേണ്ട, വേറെ നല്ലത് വെച്ചിട്ടുണ്ടെന്നർത്ഥം. ഒരിക്കലും ഭഗവാൻ തൻ്റെ പ്രജകളെയും ഭക്തന്മാരെയും ഉപേക്ഷിക്കില്ല. ഭഗവാൻ വന്നിട്ട് പശുക്കളെ, കന്നുകാലികളെ മേയ്ക്കുന്ന ഒരു വ്യക്തിയാണ്. എത്ര പശുവാണ് ഭഗവാന്റെ കയ്യിലുള്ളത്? 9 ലക്ഷം പശുക്കിടാവാ ഭാഗവതം പറയുന്നു. ഒരു ദിവസം കന്നുകാലികളെ മേയ്ക്കാൻ പോയപ്പോൾ 2 എണ്ണം കണ്ടില്ല. അപ്പോൾ ഭഗവാൻ വിചാരിക്കോ 9 ലക്ഷം ഉണ്ട്, 2 അല്ലേ ഉള്ളൂ എന്ന് തിരിച്ചു വരുമോ? അല്ല, ആ 2നെ അന്വേഷിച്ചു പോകുമോ? എന്ത് ചെയ്യും? അന്വേഷിച്ചു പോവോ? മതിയെന്ന് പറഞ്ഞു വരുമോ? നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ അംശങ്ങളാണ്. നമ്മൾ തിരിച്ച് ഈശ്വരൻ്റെ സ്വധാമത്തിൽ എത്തിച്ചേരുന്നത് വരെ ഭഗവാന് സമാധാനമില്ല. എന്തൊക്കെയാ കാട്ടിക്കൂട്ടണം. നോക്കൂ, അവിടെ ജനിച്ചു, ഇത് ചെയ്തു, അയാളെ പറ്റിച്ചു, അവിടെ നിന്ന് ഒരു മതിൽ മോഷ്ടിച്ച് അരയടി ഇപ്പുറത്തെടുത്തു, കോടതിയിൽ കേസ് കൊടുത്തു. ഭഗവാൻ നോക്കി വല്ലാത്ത ദയ ജീവാത്മാവിനോട്. ഇത്രയും വലിയ സാമ്രാജ്യം എനിക്കുണ്ട്, ഞാൻ എല്ലാം തരാൻ തയ്യാറാകും, അതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് കണ്ണാടി കുപ്പിച്ചില്ലുകൾക്ക് വേണ്ടി അടിയുണ്ടാക്കിക്കൊണ്ടിരിക്കുക. തിരിച്ചു ഭഗവാന്റെ ലോകത്തിൽ പോയി കഴിഞ്ഞാൽ 5 തരം മോക്ഷം. എന്തൊക്കെയാണ് 5 തരം മോക്ഷം? എന്തൊക്കെയാണ്? സായുജ്യം കേട്ടിട്ടുണ്ടോ? സാലോക്യം, സാമീപ്യം, സാരൂപ്യം, സാഷ്ടി, സായുജ്യം. സാമീപ്യം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ തൊട്ടടുത്ത് വസിക്കുക. സാലോക്യം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അതേ ലോകത്ത് വസിക്കുക. സാരൂപ്യം, ഭഗവാൻ തൻ്റെ സ്വന്തം രൂപം നമുക്ക് തരും, അതേപോലെ ഒരു സുന്ദര രൂപം നമുക്ക് തരും. സാഷ്ടി, സർവത്ര ഐശ്വര്യവും നമുക്ക് തരും ഭഗവാൻ. ഒരു അസൂയയില്ല. മനുഷ്യർക്ക് അങ്ങനെയല്ല. ഒരാൾ ചെയ്യുന്നത് ഇനി ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ വല്ലാത്ത അസൂയയാണ്. ഒരുപാട് കഷ്ടപ്പെട്ട് പണമെല്ലാം ചേർത്ത് വെച്ച് ഒരു ദിവസം പോയി ആ മണപ്പുറം ടെക്സ്റ്റൈൽസിൽ ഒരു ഡ്രസ്സും മേടിച്ച് ഇട്ടിട്ട് നടക്കുക. എല്ലാവരും പറഞ്ഞു നന്നായിട്ടുണ്ട്, കൊള്ളാം, എവിടെ നിന്ന് മേടിച്ചു, നല്ല ചേർച്ചയുണ്ട്, നല്ല ഭംഗിയുണ്ട്. നമുക്ക് വലിയ സന്തോഷം തോന്നി. ഈ കാറ്റിലും പറക്കുന്നത് പോലെ ഒരു അനുഭവം ഉണ്ടായി. കുറച്ച് കഴിഞ്ഞപ്പോൾ അതേ ഡ്രസ്സ് ഇട്ടിട്ട് ഇനിയൊരാൾ നടക്കുന്നു. അപ്പം എന്ത് സംഭവിക്കും? വിഷമാണ്. ഭൗതിക ലോകത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഇനിയൊരാൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വിഷമം ഉണ്ടാവും. പക്ഷെ ഭഗവാൻ എന്താ ചെയ്യുന്നത്? എൻ്റെ ലോകത്ത് വന്നാൽ മതി, ഞാൻ എൻ്റെ രൂപം തരാം, എൻ്റെ ഐശ്വര്യം മുഴുവനും ഞാൻ തരാം. അസൂയയില്ലാതെ എല്ലാം തരാമെന്ന് ഭഗവാൻ പറയുന്നു. അത് മറന്നിട്ട് നമ്മളെല്ലാവരും ഇവിടെ വന്ന് ജനിച്ചു. ജന്മന ജായത്തെ ശൂദ്ര, ജന്മം കൊണ്ട് നമ്മളെല്ലാവരും ശൂദ്രന്മാരാണ്. സംസ്കാരേ ഭവേ ദ്വിജ, ഈ 2ാം ജന്മം, നൂലിടുമ്പോൾ 2ാം ജന്മം. വേദ പഠന്തി തത് വിപ്ര, വേദങ്ങളെല്ലാം പഠിക്കുമ്പോൾ അവൻ വിപ്രനാകുന്നു. ബ്രഹ്മജ്ഞാന തിഥിബ്രാഹ്മണ, ദൈവത്തിനെ മനസ്സിലാക്കുമ്പോഴാണ് അവൻ എന്താകുന്നത്? ബ്രാഹ്മണനാകുന്നത്. ജന്മം കൊണ്ടല്ല വർണ്ണവിവേചനം, കർമ്മം കൊണ്ടാണ്. എത്ര പേര് സമ്മതിക്കുന്നു? എല്ലാവരും. ജന്മം കൊണ്ടല്ല. പക്ഷെ കലികാലത്തിൽ അതെല്ലാം തെറ്റിപ്പോയി. എല്ലാം ജന്മം കൊണ്ടായിപ്പോയി. ബ്രാഹ്മണൻ്റെ മകൻ ബ്രാഹ്മണൻ, നായരുടെ മകൻ നായർ, ഈഴവരുടെ മകൻ ഈഴവൻ, അങ്ങനെയൊന്നുമില്ല. ഈ വിവേചനം എങ്ങനെ വന്നു എന്ന് വെച്ചാൽ ജോലിയുടെ അടിസ്ഥാനത്തിൽ വന്നതാണ്, ജന്മം കൊണ്ടല്ല. അപ്പോൾ ഇവിടെ പരീക്ഷിത്ത് ചോദ്യം ചോദിക്കുക സുഖമഹർഷിയെടുത്ത്, ഇത്രയും ഉയർന്ന ദ്രോണാചാര്യരുടെ പുത്രൻ ഈ അവസ്ഥയിലായല്ലോ. ദ്രോണാചാര്യരുടെ പുത്രനാരാ? അശ്വത്ഥാമ.
ഇത്രയും നീചനായ ഒരു അവസ്ഥയിലായിപ്പോയല്ലോ എന്നെല്ലാവരും ചോദിക്കുന്നു. ഈ ദ്രോണാചാര്യന് ഒരു സുഹൃത്തുണ്ടായിരുന്നു, ദ്രുപദ മഹാരാജാവ്. ദ്രുപദ മഹാരാജാവ് ആരുടെ സുഹൃത്താണ്? ദ്രോണാചാര്യാണ്. ഇവർ രണ്ടുപേരും ഗുരുകുലത്തിൽ പഠിക്കുകയാണ്. നമുക്കും ജീവിതത്തിൽ നല്ല സുഹൃത്തുക്കൾ വേണം. സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഭാഗ്യവാന്മാരാണ്. നമ്മൾ കഷ്ടപ്പാട് വിഷമങ്ങൾ വരുമ്പോൾ നമ്മളെ മനസ്സുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന സുഹൃത്തുക്കൾ. നമ്മുടെ പുരാണം സുഹൃത്തിനെ 4 തരംതിരിക്കുക: ബന്ധു, മിത്ര, സഖ, സുഹൃത്ത്. ഫ്രണ്ട്ഷിപ്പിൽ 4 ഉണ്ട്. എന്തൊക്കെയാണ്? ബന്ധു, മിത്ര, സഖ, സുഹൃത്ത്. ബന്ധു ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കല്യാണ വീട്ടിലും മരണ വീട്ടിലൊക്കെ കാണുമില്ലേ, അവരാണ് ബന്ധുക്കൾ. നമ്മളെ കണ്ട ഉടനെ ചേച്ചി കുറേ ദിവസമായാലും കണ്ടിട്ട് മെലിഞ്ഞു പോയല്ലോ, വണ്ണം വെച്ചല്ലോ, സുഖമാണ്, മക്കളൊക്കെ സുഖമായി പോയി. അവരെ ഹൃദയത്തിൽ നമ്മളെക്കുറിച്ച് ഒരു ചിന്തയും ഇല്ല, നമ്മളെക്കുറിച്ച് നമുക്കൊരു സ്ഥാനവും ഇല്ല. കാണുന്ന സമയത്ത് മധുരമായി സംസാരിക്കും, പക്ഷെ അവർ നമ്മൾ ഓർക്കത്ത് പോലും ഇല്ല. അവരാണ് ബന്ധുക്കൾ. അങ്ങനത്തെ ബന്ധുക്കൾ നിങ്ങൾക്കുണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട്. അത് വെറുതെ ഒരു ജനക്കൂട്ടം. അതിൽ നിന്ന് ഒരു പടി ഉയർന്നതാണ് ആര്? ബന്ധു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് ആരാ? മിത്രം. മിത്രൻ, വിശ്വാമിത്രൻ കേട്ടിട്ടില്ലേ? മിത്രം എല്ലാത്തിനും കൂടെ ഉണ്ടാവും, തോളോട് തോൾ ചേർന്ന് നിന്നിട്ട്. ചിലർക്കൊക്കെ അങ്ങനെയൊക്കെ കൊച്ചു കാലത്തിൽ തിക്ക് ഫ്രണ്ട്സ് ഉണ്ടാവും. പലവ്യഞ്ജന കടയ്ക്ക് പോയാലും കൂടെ വരും, എവിടെ പോയാലും കൂടെ ഒരുമിച്ചേ 2 കൈ പിടിച്ചിട്ട് അങ്ങനെയൊക്കെ പോകുന്നവരെ കണ്ടിട്ടില്ലേ? എന്തും നമുക്ക് അവരടുത്ത് പറയാം. അവർ വിഷമിക്കോ, തെറ്റിദ്ധരിക്കോ, ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ചിന്തിക്കോ, അങ്ങനെ ഒന്നും നമുക്ക് ആലോചിക്കണം. അവരെ നമ്മൾ എല്ലാത്തിനും കൂട്ടാൻ പറ്റും. നമ്മളങ്ങ് തീരുമാനിക്കും നാളെ ഞാൻ അവനെയും കൊണ്ടാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ തോളോട് തോൾ ചേർന്ന് നിന്ന് അവനെ എന്നെപ്പോലെ തന്നെ കരുതാൻ സാധിക്കുന്ന ഭാഗ്യമുള്ള ഒരു സുഹൃത്തിനെയാണ് മിത്രം എന്ന് പറയുന്നത്. എന്തും പറയാൻ പറ്റും. അങ്ങനത്തെ ഒരു മിത്രനെ കിട്ടുന്നത് വലിയ ഭാഗ്യമാണ്. എത്ര പേർക്ക് അങ്ങനത്തെ മിത്രമുണ്ട്? നമുക്കെല്ലാം തുറന്നു പറയാൻ പറ്റും. അവർ ഹൃദയം കൊണ്ട് നമ്മുടെ അഭ്യുദയകാംക്ഷികളാണ്, നമുക്ക് നല്ലതേ ആഗ്രഹിക്കുള്ളൂ. അങ്ങനത്തെ മിത്രം ആർക്കൊക്കെ ഉണ്ട്? മിത്രമുണ്ടോ? ആർക്കും ഇല്ലേ? മിത്രം ആർക്കും ഇല്ല? എത്ര പേർക്കുണ്ട് അങ്ങനത്തെ മിത്രം? ഭർത്താവ് ഭാര്യയൊക്കെ പറയരുത്. ശരി, അതിൻ്റെ അടുത്ത സ്റ്റേജ് എന്താണ്? മിത്രം കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് എന്താണ്? സഖ. ഭഗവത്ഗീതയിൽ കൃഷ്ണ ഭഗവാൻ ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഭക്തോസി മേ സഖാചേതി രഹസ്യം ഹി ഏതദുത്തമം. അർജുന, ഭക്തന്മാരിൽ നീ എൻ്റെ സഖാവാണ്. ഭഗവാന് അർജുനൻ്റെ അടുത്ത് എന്തും പറയാം, അർജുനൻ ഭഗവാന്റെ അടുത്ത് എന്തും പറയാം. ഒരു ദിവസം നാരദ മഹർഷി അർജുനനെ കാണാൻ പോയ സമയത്ത് അർജുനൻ ഇരിക്കുകയാണ്, തൻ്റെ കാലെടുത്ത് ഭഗവാന്റെ മടിയിൽ ഇട്ടിട്ടിരിക്കുകയാണ്. സ്വന്തം കാലെടുത്ത് ആരുടെ മടിയിലാണ്? ഭഗവാന്റെ മടിയിൽ. നമ്മൾ തൊഴാനായിട്ട് വന്നു, തിരുമേനി അകത്ത് കാലുവിട്ടിരുന്നാൽ നമുക്ക് എങ്ങനെ ഇരിക്കും? ദേഷ്യം വരില്ലേ? നാരദ മഹർഷി ചോദിച്ചു, ധിക്കാരി, അഹങ്കാരി, നീ നരകത്തിൽ ചെന്ന് ഭവിക്കും. ഭഗവാൻ പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ല. ഇതാണ് സഖാവ്. സഖാക്കളുടെ മധ്യേ മാനാഭിമാനങ്ങളില്ല, ബഹുമാനത്തോട് സംസാരിക്കണം, അങ്ങനെ ഒന്നുമില്ല, എന്തും പറയാം. ഇത് ഭഗവത്ഗീത ശ്ലോകങ്ങളിലുള്ള പദമാണ്. പക്ഷെ എന്ത് ചെയ്തു? നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാർ ഈ വാക്കെടുത്ത് മോഷ്ടിച്ചു. സഖാവ്. അതും കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പ് ഏതാണ്? 4ാമത്തത് ഏതാ? സുഹൃത്ത്. ബന്ധു, മിത്ര, സഖ, സുഹൃത്ത്. 4ാമത്തെ സ്റ്റേജ്
ഞാൻ എന്നെ നശിപ്പിച്ചെങ്കിലും എൻ്റെ സുഹൃത്തിനെ സംരക്ഷിക്കും. ഒരു മെഴുകുതിരി പോലെ. മെഴുകുതിരി കത്തി സ്വയം ആത്മഹത്യ ചെയ്തുകൊണ്ട് ലോകത്തിന് പ്രകാശം തരും. അവൻ്റെ അത്, അതായത് എൻ്റെ സുഹൃത്തിന് ജോലിയില്ല, ഞാൻ പറയാം എനിക്ക് ജോലി ഇല്ലെങ്കിലും കുഴപ്പമില്ല, നീ ആ ജോലി എടുത്തോ. അങ്ങനത്തെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ നമുക്ക്? ആരും ഇല്ല. ഓ നിന്റെ കിഡ്നി പോയോ? എനിക്ക് 2 ഉണ്ട്, ഒരു കിഡ്നി എടുത്തോ. വലിയ ഭാഗ്യമാണ് അങ്ങനത്തെ സുഹൃത്തുക്കളെയൊക്കെ ലഭിക്കുക എന്ന് പറഞ്ഞാൽ. ഭീമ അർജുനന്മാർ വലിയ സുഹൃത്തുക്കളായിരുന്നു. കൃഷ്ണ ഭഗവാനും അർജുനനും സുഹൃത്തായിരുന്നു. സുദാമയും കൃഷ്ണനും സുഹൃത്തുക്കളായിരുന്നു. സ്വയം നശിച്ചിട്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന സുഹൃത്തുക്കൾ അങ്ങനെയൊന്നും കലിയുഗത്തിൽ കാണാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഇവർ 2 പേരും സുഹൃത്തുക്കളാണ്. ആരെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്? അശ്വത്ഥാമ, ദ്രോണാചാര്യരും ദ്രുപദ മഹാരാജാവും. അപ്പൊ കുഞ്ഞായിരുന്ന സമയത്ത് 2 പേരും, അപ്പൊ ഇവര് കുറേ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. എന്താണ്? എനിക്ക് 100 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ, പറമ്പുണ്ടെങ്കിൽ ഞാൻ നിനക്ക് 50 ഏക്കർ തരുമായിരുന്നു. എൻ്റെ കയ്യിൽ 100 പവൻ ഉണ്ടെങ്കിൽ ഞാനൊരു 50 പവൻ നിനക്ക് തരും. അപ്പോൾ മറ്റേ സുഹൃത്ത് ചോദിച്ചു, എന്നാൽ ഒരു കാര്യം ചെയ്യും, കയ്യിൽ 2 പശു ഉണ്ടല്ലോ, ഒരു പശു എനിക്ക്. അപ്പം അല്ലല്ല, എൻ്റെ കയ്യിൽ മൊത്തം 2 ഉള്ളൂ, തരാൻ പറ്റില്ല. ഈ കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത് ദ്രുപദ രാജാവും പിന്നെ ദ്രോണാചാര്യൻ വലിയ സുഹൃത്തുക്കളായിരുന്നു. ദ്രുപദൻ പറഞ്ഞു, നീ വലുതായിട്ട് എന്തെങ്കിലും നിനക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ വന്ന് കാണാൻ പറഞ്ഞു. ഈ ദ്രോണാചാര്യർ ഒരു ദരിദ്ര ബ്രാഹ്മണനാണ്. അശ്വത്ഥാമ കുഞ്ഞായിരിക്കുന്ന സമയത്ത് പാല് ചോദിച്ച്, പശുമ്പാല് ചോദിച്ച് കരയുമ്പോൾ മകന് പശുമ്പാല് കൊടുക്കാനില്ലാത്തത് കൊണ്ട് അരിമാവ് വെള്ളത്തിൽ കലക്കി പാലെന്ന് പറഞ്ഞ് മകന് കൊടുത്തു. ആര്? അത്രയ്ക്കും ദാരിദ്ര്യ അവസ്ഥ ദ്രോണാചാര്യൻ. അപ്പോഴാ ദ്രുപദനെ ഓർക്കുന്നത്. ദ്രുപദൻ എല്ലാം തരാമെന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് ദ്രുപദൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കും. ദ്രുപദൻ പരിഹസിച്ചു വിടും, നീയും ഞാനും സുഹൃത്തോ? എങ്ങനെ നമ്മൾ തമ്മിൽ സുഹൃത്ത് ബന്ധം ഉണ്ടാകും? നീ ഒരു ദരിദ്ര ബ്രാഹ്മണൻ, ഞാൻ രാജ്യം ഭരിക്കുന്ന ചക്രവർത്തി. നമ്മൾ 2 പേരും എങ്ങനെ ഒരു സമനിലയിൽ എത്തും? ഒരിക്കലും നമ്മൾ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കാൻ പാടില്ല. ഇഷ്ടമല്ലേ, മൗനമായി മാറി നിൽക്കുക. വാക്കുകൾ കൊണ്ട് നമ്മൾ ക്രൂശിക്കുമെങ്കിൽ ഈ പ്രകൃതി അതിനെല്ലാം രേഖപ്പെടുത്തും, റെക്കോർഡ് ചെയ്യും. അത് നമുക്ക് തിരിച്ച് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ പാടില്ല. ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല, മിണ്ടാതിരിക്കുക. ദ്രുപദ രാജാവ് പരിഹസിച്ച് അയച്ചു. ഉടനെ ദ്രോണാചാര്യർ എന്ത് ചെയ്തു? എന്നെ വെറുതെ വിട്ടിരുന്നെങ്കിൽ, തരില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ല, എൻ്റെ സുഹൃത്ത് ബന്ധത്തിനെ കളിയാക്കി അയച്ചില്ലേ ദ്രുപദ, നിന്റെ രാജ്യം മുഴുവനും ഞാൻ പറിച്ചെടുത്ത് നിന്നെ തെരുവിൽ കൊണ്ടുവരാം എന്ന് ദ്രോണാചാര്യർ ശപഥമിട്ടു. അങ്ങനെ ദ്രോണാചാര്യർ ചെന്ന് അർജുനന് വിദ്യ പഠിപ്പിച്ചു കൊടുത്തു. അർജുനൻ്റെ അടുത്ത് ചോദിച്ചു, നീ വിദ്യ അഭ്യസിച്ചു കഴിഞ്ഞാൽ നീ തരേണ്ട ഗുരുദക്ഷിണ എന്താണ്? ദ്രുപദനെ തോൽപ്പിച്ച് കയറിൽ കെട്ടി വലിച്ച് എൻ്റെ മുൻപേ കൊണ്ടുവന്ന് നിർത്താം. നോക്കിക്കോളൂ, ഈ അഹങ്കാരം, വഴക്ക് എന്നൊക്കെ പറയുന്നത് തീയിൻ്റെ പുറത്ത് തീകോരി ഇടല, അണയില്ല. തീയിൻ്റെ മീതെ തീകോരി ഇട്ടാൽ തീ അണയോ? ഇല്ല. അപ്പൊ ആദ്യം ദ്രുപദൻ കളിയാക്കി. ആരെ കളിയാക്കി? ദ്രോണാചാര്യർ. ഇപ്പൊ ദ്രോണാചാര്യർ ദ്രുപദനെ തോൽപ്പിച്ച് കെട്ടി വലിച്ചോണ്ട് വന്നു. എന്നിട്ട് ദ്രോണാചാര്യർ എന്താക്കി? കളിയാക്കി, ദ്രുപദ, ഇപ്പൊ നിനക്ക് രാജ്യമില്ല, നീ തെരുവില. ഞാൻ നിന്നെപ്പോലെയല്ല, ഞാൻ മഹാമനസ്കനാണ്. നിന്റെ രാജ്യം ഞാൻ നിനക്ക് തന്നെ ഭിക്ഷയായി തിരിച്ചിട്ട് തരാം, എടുത്തോണ്ട് പോയിക്കോ. നീ ഇപ്പൊ എൻ്റെ മുമ്പേ ഭിക്ഷക്കാരനാണ്. ദ്രുപദൻ വീട്ടിൽ ചെന്നു. വെറുതെ ഇരിക്കാൻ പറ്റുമോ? ദ്രുപദൻ ഒരു യാഗം വളർത്തി. ആ ദ്രോണാചാര്യരെ കൊല്ലുന്ന പുത്രൻ എനിക്ക് വേണം. ദൃഷ്ടദ്യുമ്നനുണ്ടായി.
ആരെങ്കിലും വേണ്ടാന്ന് പറഞ്ഞ് വിട്ടിട്ട് പോയിരുന്നെങ്കിൽ ഇത്രയും സംഭവിക്കോ? അർജുനൻ എന്നെ തോൽപ്പിച്ചുവെങ്കിലും മഹാപരാക്രമി അർജുനൻ. അതുകൊണ്ട് അർജുനനെ എൻ്റെ സ്വന്തമാക്കണം. അതുകൊണ്ട് എനിക്കൊരു മകള് വേണം. അഗ്നി ഇന്ന് ദ്രൗപദി ഉണ്ടായി. ദ്രൗപദി വന്നതോടെ മഹാഭാരത യുദ്ധത്തിനൊരു തീരുമാനമായി. ഇതിൽ ആർക്ക് വേണമെങ്കിലും ക്ഷമിക്കാമായിരുന്നു. ആദ്യം ദ്രോണാചാര്യർക്ക് ക്ഷമിക്കാം, പോട്ടെ, അവൻ രാജാവല്ലേ. പിന്നെ ദ്രുപദന് ക്ഷമിക്കാമായിരുന്നു, ഞാൻ പരിഹസിച്ച കൊണ്ടല്ലേ ഇത് സംഭവിച്ചത്. പിന്നെയും ദ്രോണാചാര്യർക്ക് ക്ഷമിക്കാമായിരുന്നു. ഇവർ ആരും ക്ഷമിക്കാതെ അവസാനം രണ്ട് സുഹൃത്തുക്കളുടെ ഇടയിൽ ഉണ്ടായ മത്സരം മഹാഭാരത യുദ്ധത്തിന് കാരണമായി. കോടാനുകോടി ജനങ്ങൾ മരിക്കാനിടയായി. ആ യുദ്ധത്തിൻ്റെ കാരണം എന്താണ്? ഈ രണ്ട് സുഹൃത്തുക്കളുടെ തമ്മിൽ വാശിയും വഴക്കുമാണ്. ഒരു ബ്രാഹ്മണന്, ഒരു ഭക്തന് ഏറ്റവും അത്യാവശ്യമുള്ള സ്വഭാവം എന്ന് പറയുന്നത് ക്ഷമിക്കുക എന്നുള്ളത്. പ്രഹ്ലാദൻ തൻ്റെ അച്ഛൻ ഹിരണ്യകശിപു ചെയ്ത ദ്രോഹങ്ങളെ ക്ഷമിക്കുകയും ചെയ്തു, മറക്കുകയും ചെയ്തു. ഇപ്പം നമ്മളെ ഒരാൾ ദ്രോഹിച്ചു എന്നിരിക്കട്ടെ, നമ്മൾ ക്ഷമിക്കുമോ? ചിലപ്പോൾ ക്ഷമിച്ചെന്ന് വരും. അയാൾ ചെയ്ത ദ്രോഹത്തിനെ നമ്മൾ മറക്കുമോ? ഒരിക്കലും മറക്കില്ല. വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കും. പ്രഹ്ലാദൻ മറന്നു. ഇതെങ്ങനെയെന്ന് വെച്ചാൽ, ഈ ദേഷ്യം എന്ന് പറയുന്നത് ഒരു വൽക്കനോ എന്ന് പറയും മലയാളത്തിൽ, അഗ്നിപർവ്വതം പോലെയാണ്. ഇത് നമ്മൾ അങ്ങനെ ഒരാളിലിരുന്ന് അടുത്ത ആൾക്ക് ട്രാൻസ്ഫർ ചെയ്യും, അടുത്ത ആൾക്ക് ട്രാൻസ്ഫർ ചെയ്യും, അടുത്ത ആൾക്ക് ട്രാൻസ്ഫർ ചെയ്യും. രണ്ട് സുഹൃത്തുക്കളുടെ നടുക്ക് നടന്ന വഴക്ക് കുരുക്ഷേത്ര യുദ്ധത്തിന് കാരണമായി തീർന്നു. ഇതിൽ ആരെങ്കിലും ഒരാൾ മിണ്ടാതെ പോയെങ്കിൽ മതിയായിരുന്നല്ലോ. ഭർത്താവ് ജോലിക്ക് പോയിട്ട് ഓഫീസിൽ നിന്ന് വരും, ആകെ പ്രശ്നം, ദേഷ്യത്തിൽ വരും. ഭാര്യ ചോദിക്കും, ചേട്ടാ എന്ത് പറ്റി? ഒരു അക്ഷരം മിണ്ടല്ല, ഞാൻ വല്ലാത്ത ദേഷ്യത്തിലാണ്. ഭാര്യ വിചാരിക്കും, ഞാൻ എന്ത് തെറ്റ് ചെയ്തു? അപ്പൊ കുഞ്ഞുങ്ങൾ ഓടി വന്ന് അമ്മാന്ന് ഭാര്യയ്ക്ക്, അമ്മ രണ്ടടി അതിന് കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. മുറ്റത്ത് ചെന്ന് പട്ടിയുടെ പുറത്ത് കല്ലെടുത്തറിയും. പട്ടിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഗ്രഹനാഥൻ പോകുമ്പോൾ കടിച്ചു വയ്ക്കും. ഇപ്പം ഇതൊരു സൈക്കിളാണ്. ഗ്രഹനാഥൻ ദേഷ്യത്തിന് ഭാര്യയുടെ തലയ്ക്ക് വെച്ചു, ഭാര്യ മക്കളുടെ തലയ്ക്ക് വെച്ചു, മക്കൾ പട്ടിയുടെ തലയ്ക്ക് വെച്ചു, പട്ടി വീണ്ടും ആ ഗ്രഹനാഥനെ കടിച്ചു വെച്ചു. നമ്മളെല്ലാവരും നമ്മുടെ വിചാരവികാരങ്ങളെ ട്രാൻസ്ഫർ ചെയ്യുന്നു, അല്ലാതെ അതിനെ ഇല്ലാണ്ടാക്കുന്നില്ല. അങ്ങനെ ദ്രുപദനും ദ്രോണാചാര്യരും അവരെ ഹൃദയത്തിൽ ആഴിക്കത്തിയ ശത്രുത, ഒരു ബന്ധമില്ലാതെ അർജുനനെ വലിച്ചിട്ടു, ദ്രൗപദി വന്നു, പാണ്ഡവർ വന്നു, കൗരവർ വന്നു, യുദ്ധത്തോട് യുദ്ധം. മൊത്തത്തിൽ എല്ലാ കോടിക്കണക്കായ ആൾക്കാരും മരിച്ചുപോയി. ഇത് നടന്നില്ല. ഇവർ രണ്ടുപേരും സമാധാനത്തിൽ പോയിരുന്നെങ്കിൽ ദ്രൗപദി ജന്മമെടുക്കേണ്ട ഒരു കാരണമുണ്ടാവില്ല, ദൃഷ്ടദ്യുമ്നൻ ജനിക്കേണ്ട ആവശ്യം വരില്ല, അർജുനൻ ദ്രുപദ രാജാവിനെ തോൽപ്പിക്കേണ്ട ആവശ്യം വരില്ല. എല്ലാവരും സമാധാനമായിരിക്കും. നാട്ടിലും അങ്ങനെയാ. രണ്ടുപേര് വഴക്കുണ്ടാക്കുമ്പോൾ മൂന്നാമത്തെ എവിടെന്നെങ്കിലും കുറച്ച് പേര് വരും. അങ്ങനെ വെറുതെ വിട്ടൊന്നും കൊടുക്കില്ല. ഞാൻ കൂടെ ഉണ്ട്, നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചോദിച്ചത് ശരിയാക്കാം. അവൻ ക്ഷമിക്കാന്ന് പറഞ്ഞാലും നാട്ടുകാർ ക്ഷമിക്കാൻ വിടില്ല. ഒരു യുദ്ധത്തിന് തന്നെ കാരണമായി. ചെറുതും വലുതുമായി ഇങ്ങനെ ശത്രുതാഭാവം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. അത് നമ്മളെ നശിപ്പിക്കും. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ